സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടാമത്തെ വോയിസ് റെക്കോർഡിംഗ് ആണ് കേട്ടോ. ആദ്യത്തെ കോപ്പിറൈറ്റ് അടിച്ച് പോയി മക്കളെ. അതുകൊണ്ടിട്ട് ഞാൻ പാട്ടിൻ്റെതെല്ലാം സൗണ്ട് അങ്ങോട്ട് മ്യൂട്ടാക്കി കളഞ്ഞേ. അപ്പോൾ അതേ 2 മണിയായപ്പോഴത്തേക്കും റെഡിയാക്കാൻ വേണ്ടി പോയ ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോഴത്തേക്കും 5 മണിയായി കേട്ടോ. 4:15 കെട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും കുർബാന കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബാക്കിയുള്ള കുർബാനയും കൂടി ഞങ്ങൾ അവിടെ ചേച്ചിയും അനിയത്തിമാരൊക്കെ കുശലം പറഞ്ഞിരുന്നേ. ചേട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞ് പത്രത്തിലിടാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോഴാണ് ഹാളിൽ വെച്ച് കണ്ടുമുട്ടിയത്. കാരണം അത്ര നേരം ഞാൻ ചേട്ടൻ ആ പരിസരത്ത് എങ്ങും കണ്ടില്ലായിരുന്നേ. അങ്ങനെ നമ്മുടെ പെണ്ണും ചക്കനും നേരെ ഹാളിലോട്ട് കയറാൻ വേണ്ടി പോണ പോക്കാണ്. അങ്ങനെ മണവാട്ടി മണവാളന് സ്റ്റേജിൽ കയറി നമ്മുടെ ആങ്കറിങ് ഇതേ ചെന്നും കൂടിയാണ് കേട്ടോ. അയ്യോ, ഈ പീക്കിരി ചുന്തരിമണികളൊക്കെ എവിടം പോലും ആണെന്ന് ഒരു പിടുത്തുണ്ടായിരുന്നില്ല കേട്ടോ. ചുറ്റും ഓടി കിടക്കണമായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് കിട്ടിയത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഞാനും കൂട്ടത്തിൽ കളിച്ച്, പക്ഷേ മൊത്തം ഒരു കോളമാക്കി ഞാൻ. അതുകൊണ്ട് എൻ്റെത് ഞാൻ ഇട്ടിട്ടില്ല, അതുങ്ങളുടെ മാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുങ്ങളെല്ലാം അടിപൊളിയായിട്ട് കളിച്ച്. പിന്നെ പാട്ടൊന്നും ഞാൻ കയറ്റാത്തത് ഞാൻ പറഞ്ഞില്ല, ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും കോപ്പിറൈറ്റ് അടിച്ച് അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഈ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടേ നമ്മുടെ ഉദയനാണ് താരത്തിലെ ജഗതി ചേട്ടൻ്റെ മുടി കിടക്കണില്ലേ, അതേപോലെ ഞാൻ 100 വട്ടം ഈ മുടി ഇങ്ങനെ സൈഡിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ലാസ്റ്റത്തെ തുള്ളലോട് കൂടി നമ്മുടെ കല്യാണം ഇവിടെ അവസാനിച്ചേട്ടാ.